പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെയാകുന്നു നമ്മളിന്ന് പകൽക്കാലത്തിൽ ആമേൻ ആരാധിക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന ദൈവമക്കളെ മുഴുവൻ പേരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ മുഖം നോക്കിയിട്ടാണ്, അല്ലേ? മാനുഷികമായിട്ടാണ്? അല്ല, മാനുഷികമായിട്ടല്ല. മാനുഷികമായിട്ടുള്ളതൊന്നും നമുക്ക് നിലനിൽക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ദൈവമുഖത്ത് നോക്കിക്കൊണ്ട് നടന്നാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവം ഒന്നേക്കും നിലനിൽക്കുന്ന ദൈവമാണ്. മനുഷ്യൻ മാറിപ്പോകും, മനുഷ്യൻ്റെ മുഖഭാവമൊക്കെ മാറിപ്പോകും പലപ്പോഴായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അമ്മേൻ ഒന്നേക്കും മാറ്റമില്ലാത്തതാണ് നമ്മുടെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മുഖഭാവം. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ മുഖഭാവം മാറും കേട്ടോ ചില സമയങ്ങളിൽ. ആമേൻ. ദൈവത്തെ വിട്ട് നമ്മൾ അകന്നു പോയാൽ ദൈവത്തിൻ്റെ മുഖഭാവം മാറും. എന്നാൽ ദൈവത്തോടു കൂടെ നമ്മൾ നടക്കും കാലം, ചേർന്നിരിക്കും കാലം, അവൻ നമ്മോട് കൂടെ എപ്പോഴും നമുക്ക് വേണ്ടി കരുതിക്കൊണ്ടേയിരിക്കും. ആ ദൈവം നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാര്യങ്ങൾ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, യാചിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം കർത്താവ് നിവർത്തിച്ചു തരുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഞാൻ നിങ്ങളെ സഭായോഗത്തിലേക്ക് ഇന്ന് സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന മുഴുവൻ പേരെയും കർത്താവ് അനുഗ്രഹിക്കും. ഒരു നന്മയ്ക്കും കർത്താവ് കുറവരുമിട്ട് വരുത്തത്തില്ല. ആമേൻ. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ദൈവം കൂടെ ഉള്ളത് കൊണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നെ പ്രത്യേകാൽ ഇന്ന് പകൽക്കാലത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ നിങ്ങളെ അറിയിക്കുകയാണ്. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി ഓരോരുത്തരെയും നമ്മളെ കുടുംബങ്ങൾ മുഴുവനും കർത്താവ് അനുഗ്രഹിക്കും. നമ്മളിന്ന് ആമേൻ ആമേൻ വെറുതെ വന്നതല്ല, നമ്മളെ കർത്താവ് കൊണ്ടുവന്നതാണ്. ആമേൻ. നമ്മുടെ ജീവിതവും സാഹചര്യവും ഭാവിയെല്ലാം ശുഭകരമാക്കി തീർക്കും. നമ്മുടെ നാളെ അടുത്ത ആമേൻ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. ഈ വർഷത്തെ അധ്യയന വർഷം തുടങ്ങിയത്. ആമേൻ. കുഞ്ഞുങ്ങൾ എത്ര പേര് സ്കൂളിലൊക്കെ പോയ കുഞ്ഞുങ്ങളെ എല്ലാവരും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ആമേൻ. എല്ലാവരും നല്ല ബുദ്ധിയോടുകൂടെ കർത്താവിനെ ആമേൻ സ്കൂളിൽ ചെന്ന് പഠിക്കുകയും അതേപോലെ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകം നമ്മളെല്ലാവരെയും എല്ലാവരുടെയും ഹല്ലേലൂയ പ്രാർത്ഥന വിഷയങ്ങളിൽ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് തുടർന്ന് ദൈവവചന ധ്യാനത്തിൻ്റെ സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ 1-2 ആഴ്ചകളായി നമ്മൾ സ്നാനം സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരികയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവാത്മാവ് ഇങ്ങനെ ഓർപ്പിച്ചതുകൊണ്ടാണ് അത് അങ്ങനെ ആ സ്നാനത്തെക്കുറിച്ച് ഈ വർഷത്തിൽ നമ്മുടെ സഭയിൽ നിന്ന് സ്നാനം നടക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ മുതിർന്നവരൊക്കെ സ്നാനപ്പെടുവാൻ ഉണ്ട്. അവരെല്ലാം സ്നാനപ്പെടുത്തണം. നമുക്ക് അതിൻ്റെതായ സാഹചര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി ദൈവസഭയെ ഒരുക്കണമെന്ന് ദൈവാത്മാവ് എന്നെ അനുദിനം ഓർപ്പിക്കുന്നത് കൊണ്ട് ആകുന്നു സ്നാനം സംബന്ധിച്ചുള്ള ആലോചനകളെ നാളുകളിൽ പറയാനിടയെത്തിയെന്ന കഴിഞ്ഞ നാളുകളായി. ആമേൻ. സ്നാനം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്നാനം എന്തിനു വേണ്ടിയാകുന്നു? സ്നാനപ്പെടുന്നത് ഒന്ന് മാനസാന്തരപ്പെടുവാൻ വേണ്ടി, മനസ്സ് പുതുക്കുവാൻ വേണ്ടി സ്നാനപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സ് പുതുക്കിയവരാണ് സ്നാനപ്പെടുന്നത്. പിന്നെ വിശ്വസിക്കുന്നവർക്ക് സ്നാനപ്പെടുവാൻ വേണ്ടി. അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. ഒരുപാട് സ്നാനത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. ആമേൻ. ആമേൻ. തളിയൽ സ്നാനം, ഹല്ലേലൂയ. ആമേൻ. വെള്ളത്താൽ സ്നാനം, കുടിക്കൽ സ്നാനം, ആമേൻ. വിശ്വാസ സ്നാനം, മാനസാന്തര സ്നാനം, അങ്ങനെ പലതരത്തിലുള്ള സ്നാനമുണ്ട്. നമുക്കതൊന്നും വിവരിക്കാനുള്ള സമയമല്ല. ചുരുങ്ങിയ അരമണിക്കൂർ കൊണ്ടുള്ള ചിന്തയ്ക്കായിട്ടാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പലതരത്തിലുള്ള ചിന്താവിഷയങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചിന്തിപ്പാനിടയിൽ തീർന്നു. എങ്കിലും ആമേൻ അതിനോട് ചേർത്ത് ആമേൻ പിന്നെയും ചില ആമേൻ ആലോചന അതിനോട് ചേർത്ത് തന്നെ ചില ചിന്തകൾ കൂടെ ആമേൻ സ്നാനത്തെക്കുറിച്ച് ആഴ്ചകളോളോ അല്ലെങ്കിൽ മാസങ്ങളോളോ പ്രസംഗിച്ചാൽ തീരുന്നതല്ല സ്നാനത്തെക്കുറിച്ച്. എങ്കിലും നമുക്ക് ലഭിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് ചിലതിനേക്ക് ചിന്തിച്ച് പോകാൻ വേണ്ടിയാണ് ദൈവാത്മാവ് നമ്മെ എന്നോട് പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ട് വരുന്ന ഭാഗങ്ങളിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് പിന്നെയും ചിലതിനെ ചിന്തിക്കുവാൻ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച ഒരു ചിന്താഭാഗമാണ് ആമേൻ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം ഹല്ലേലൂയ
3-ാം അധ്യായം അതിൻ്റെ 1-2 അതിൻ്റെ ഒരു 10 വരെയുള്ള വചനങ്ങൾ അതിനെ ചിന്തിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനെക്കുറിച്ച് തന്നെ പിന്നെ അതിൽ നിന്ന് തുടങ്ങി ചിലതിനെയൊക്കെ ചിന്തിക്കുവാൻ വേണ്ടി ദൈവാത്മാവിൽ പിന്നെ ശരണപ്പെടുകയാണ്. അതിൻ്റെ മത്തായി സുവിശേഷം 3-1-2 വചനങ്ങളൊന്ന് വായിച്ചാലും, ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ആമേൻ. മതിയെ സ്തോത്രം. ഇവിടെ നമ്മൾ ആ വചനങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നത് യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വന്ന്, യഹൂദ മരുഭൂമിയിൽ വന്ന് മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനിടയിൽ തീർന്നു എന്ന് നമ്മൾ ചിന്തിപ്പാനിടയിൽ തീർന്നു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഹല്ലേലൂയ. ആമേൻ. അവിടെ യോഹന്നാൻ പറഞ്ഞത് ഹല്ലേലൂയ, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ എല്ലാവരും മാനസാന്തരപ്പെടുവീൻ. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടുവേൻ. ആമേൻ. മാനസാന്തരപ്പെട്ടവർക്കാണ് സ്നാനം. ആമേൻ. ദൈവനീതിയെ നിവർത്തിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സ്നാനം, ആ നീതിയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ചകൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിനോട് അനുബന്ധിച്ചാണ് പിന്നെയും നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ പറഞ്ഞത് എന്താണ്? ആമേൻ. കർത്താവിൻ്റെ വഴി ഒരുക്കുവേൻ, അവൻ്റെ പാത നിരപ്പാക്കുവേൻ. അവൻ്റെ വഴി ഒരുക്കുന്നതും അവൻ്റെ പാത നിരപ്പാക്കുന്നതും നീതിയാണ്. സ്നാനപ്പെടുന്നത് നീതിയാണ്, വിശ്വസിക്കുന്നത് നീതിയാണ്. അവൻ്റെ പാത നിരപ്പാക്കുന്നത്, വഴി നേരെയാക്കുന്നതും നീതിയാണ്. വഴി തെറ്റിപ്പോയാൽ എന്തായിരിക്കും? വഴി തെറ്റിപ്പോകുന്നത് അനീതിയാണല്ലേ? അനീതിയുടെ മാർഗമാണ് വഴി തെറ്റിപ്പോകുക. എന്നാൽ വഴിയെ പോകുക, ശരിയായ പാതയിൽ പോകുക നീതിയുടെ വഴിയാണ്, നീതിയുടെ മാർഗമാണ്. ആ മാർഗമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ലോകത്തിൽ നോക്കിയാൽ ആമേൻ വിഭിന്നമായ മാർഗങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ഞാൻ ചിന്തിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതി, മനുഷ്യരുടെ നീതി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ചിന്തിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലത്തിന് അതിനോടനുബന്ധിച്ച് തന്നെ ദൈവത്തിൻ്റെ നീതി, മനുഷ്യരുടെ നീതിയെക്കുറിച്ച് പ്രൈസ് ദി ലോർഡ് ചിന്തിക്കുവാൻ വേണ്ടി ആമേൻ ദൈവാത്മാവ് എന്നെ അനുദിനം എന്നോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ നീതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ? എന്നാൽ ലോകത്തിൻ്റെ നടുവിൽ ലോകത്തെ നോക്കിയാൽ ലോകത്തിൽ മനുഷ്യരുടെ നീതിയുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് മനുഷ്യരുടെ നീതി അവൻ നിവർത്തിക്കുവാൻ വേണ്ടി അനേകർ ബന്ധപ്പെടുന്നതായി കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന് പ്രസാദമുള്ളതല്ല. ദൈവത്തിന് പ്രസാദമുള്ളത് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ളത്. അതാണ് ദൈവത്തിൻ്റെ ആമേൻ ശരിയായ യാഗം. ആമേൻ. അതിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ ലോകത്തിൻ്റെ ഉപദേശപ്രകാരം, ലോകത്തിൻ്റെ കൽപ്പന പ്രകാരമോ ഒക്കെ പോയാൽ, മാനുഷികമായുള്ള ഉപദേശപ്രകാരം, മാനുഷികമായിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെ നമ്മൾ മുൻപോട്ട് പോകുകയാണെങ്കിൽ ആമേൻ നമ്മൾ ശരിയായ വഴിയിൽ നടക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ വഴിതെറ്റി ആമേൻ ഹല്ലേലൂയ പോകുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സ്വർഗത്തിൽ നോക്കിയപ്പോൾ മനുഷ്യപുത്രന്മാരെല്ലാം വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ആമേൻ. ദൈവ മനുഷ്യപുത്രന്മാരെ നോക്കിയപ്പോൾ നീതിമാൻ ആരുമില്ല, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്യുന്നവർ ഒരുത്തരുമില്ല എന്ന് ദൈവം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീതിയുടെ മാർഗത്തിലെ ദൈവം നമ്മെ തിരിക്കുവാൻ വേണ്ടിയാണ്, ശരിയായ വഴിയിലേക്ക് തിരിക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ വന്ന് പ്രൈസ് ദി ലോർഡ് മരുഭൂമിയിൽ പ്രസംഗിച്ചത്. എല്ലാവരും മാനസാന്തരപ്പെടണം. ആമേൻ. വലിയൊരു ചെറിയൊരു മാനസാന്തരപ്പെടണം. നടക്കുന്നവരും മാനസാന്തരപ്പെടണം. സകലരും മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടിട്ട് നശിച്ചു പോകും എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിപ്പാനിടയിൽ തീർന്നു. ആമേൻ. ലോകരാഷ്ട്രങ്ങൾ നശിച്ചു പോകുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചു. എന്ന് ആരെയൊക്കെ ചിന്തിച്ചു? ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ 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 ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാത്ത ഹല്ലേലൂയ നോഹയുടെ കാലത്തുണ്ടായിരുന്ന മുഴുവൻ പേര് ദൈവം നശിപ്പിച്ചു എന്ന് നമ്മൾ ചിന്തിപ്പാനിടയിൽ തീർന്നു. തുടർന്ന് ഹല്ലേലൂയ സോദോം ഗോമോറ ദൈവം നശിപ്പിച്ചു എന്ന് നമ്മൾ വായിപ്പാനിടയിൽ തീർന്നു, ചിന്തിപ്പാനിടയിൽ. തുടർന്ന് ഹല്ലേലൂയ ആമേൻ ആമേൻ നാഗസാക്കിയും ഹിരോഷിമയും നശിച്ചുപോയെന്ന്, പിന്നെ ഗസ നശിച്ചുപോയി നമ്മൾ ചിന്തിപ്പാനിടയിൽ തീർന്നു. പിന്നെ ഹല്ലേലൂയ ദൈവം ആമേൻ അതേ സ്ഥാനത്ത് തന്നെയാണ് ആമേൻ നിനവെ നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അവർ മാനസാന്തരപ്പെട്ടതുകൊണ്ട് അവർ നശിപ്പിച്ചെല്ലാം ചിന്തിപ്പാനിടയിൽ തീർന്നു.
അങ്ങനെ പലതരത്തിലുള്ള ആമേൻ ചിന്തകളെ നമ്മൾ ചിന്തിപ്പാനിടയിത്തീർന്നു. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കള് ആമേൻ ആലയിൽ അതിൽ നിന്ന് ഒഴിവ് വന്നവരാണ്. ആമേൻ ആ നാശത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ്. ആമേൻ മാനസാന്തരപ്പെടുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവരൊക്കെയാണ് ദൈവമക്കള്. ഹല്ലേലൂയ. നമ്മളെന്തെങ്കിലും ഇതെല്ലാം നന്നായിട്ട് പഠിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ ലോകം വഴിതെറ്റിപ്പാനിടയിത്തീരും. ഹല്ലേലൂയ. നമ്മൾ ശരിയായ വഴിയിൽ ദൈവം നമ്മൾ നടക്കണം. അതിനായിട്ട് ശരിയായ വഴിയിൽ ഉപദേശിക്കുന്നവരെ ദൈവത്തിന് ഹല്ലേലൂയ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ആമേൻ, വിതയ്ക്ക് ആമേൻ ഒരുപാട് ആമേൻ വയലെല്ലാം വിളഞ്ഞു കിടക്കുകയാണ്. കൊയ്യാനും ഒരുപാട് വിതയ്ക്കാനും കൊയ്യുവാനും ആൾക്കാരെ ആവശ്യമുണ്ട്, വേലക്കാരെ ആവശ്യമുണ്ട്. ശരിയായ വേലക്കാരെന്ന് അപേക്ഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. ആമേൻ. വേലയ്ക്കയക്ക് ശരിയായ വേലയ്ക്ക് അയക്കേണ്ടതിന് അതുകൊണ്ടാണ് പുതിയ ദൈവത്തിൽ പുതിയ ശിഷ്യന്മാരെ കർത്താവായി പറയുന്നത്. പഴയ വേലക്കാരെയൊന്നും എടുത്തില്ല. അതിൽ നിന്ന് മാനസാന്തരപ്പെട്ടവരെ മാത്രം പഴയ ദൈവത്തിൽ നിന്ന് വേലയ്ക്കായിട്ട് എടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസിനെ പഴയ നിയമ ശുശ്രൂഷകനായിരുന്നെങ്കിൽ തന്നെ അവൻ്റെ പുതിയ ശുശ്രൂഷയിലേക്ക് അവന് ചില അടികളൊക്കെ കൊടുത്ത് ഒന്ന് നേരെയാക്കി എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിനെ എടുത്ത് എവിടെ വെച്ചായിരുന്നു? ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ചാണ്. അവൻ ഈ ഒരു ന്യായപ്രമാണത്തിന് വേണ്ടി പഴയ ദൈവത്തിന് വേണ്ടി നന്നായിട്ട് വാദിച്ച് നടന്നവനായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവനെ പഴയ നിയമത്തെയും പുതിയ നിയമത്തെ പഴയ നിയമത്തെ നന്നായി പഠിച്ചവനാണെങ്കിൽ പുതിയ നിയമത്തെ നന്നായി പഠിപ്പിച്ച് അവന് നല്ലൊരു പ്രസംഗിയാക്കി തീർത്തു. ഹല്ലേലൂയ. അവരെയൊക്കെ കുറിച്ച് പകൽക്കാലത്തിൽ കേൾക്കുവാനിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. 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 നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആമേൻ ചിന്തിച്ച ഒരു ചിന്താഭാഗമാണ് മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ആമേൻ 3 മുതൽ 6 വരെ ഒന്ന് വായിച്ചാട്ട് ദേവാസിയെ. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും. അതിന് 7 മുതൽ വായിച്ചാൽ മതി. 3-ന്റെ 7 മുതൽ. അതിന്റെ 7 മുതൽ വായിച്ചാലും വായിച്ചോളൂ. എല്ലാ യഹൂദ്യദേശക്കാരൊക്കെ യോർദാന്റെ ഇരുകരയുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് താൻ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ സ്നാനമേറ്റു. മതി, തുടർന്ന് വായിക്കാം. ഇവിടെ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വന്ന് കർത്താവിന് വഴിയൊരുക്കുവാനായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ ലോകത്തിൽ വന്നത്. ഹല്ലേലൂയ. ആ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. സകലരും മാനസാന്തരപ്പെടുവാൻ വേണ്ടി പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഹല്ലേലൂയ മനസ്സ് പുതുക്കി മാനസാന്തരപ്പെടുവാൻ തയ്യാറായ യഹൂദദേശത്തിലെ ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് സ്നാനമേൽക്കുവാൻ തീർന്നു. ഹല്ലേലൂയ. സകലരും വന്ന് ദൈവശബ്ദം കേട്ടവർ സകലരും വന്ന് ആമേൻ ആമേൻ ഹല്ലേലൂയ യോഹന്നാന്റെ അരികിൽ വന്ന് സ്നാനം എടുക്കുവാനിടയിത്തീർന്നു. അതിനോട് ചേർന്നാകുന്നു ആമേൻ തൻ്റെ സ്നാനക്കടവിലേക്ക് ആമേൻ സദൂക്യരിലും പരീശന്മാരിലും ഉള്ളവര് സ്നാനക്കടവിലേക്ക് കടന്നു വന്നപ്പോഴാകുന്നു അതിന് മത്തായി 3-ന്റെ 7 മുതൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. തന്റെ സ്നാനത്തിനായി പരീശരിലും പലർ വന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി ഇവിടെ തന്റെ സ്നാനത്തിനായി അനേകർ വന്ന് സ്നാനമേറ്റുകൊണ്ടിരുന്നപ്പോഴാണ് സദൂക്യരിലും പരീശന്മാരിലും പെട്ടവർ ചിലർ കടന്നു വരുവാനിടയിത്തീർന്നത്. അവരോട് കർത്താവ് അവിടെ യോഹന്നാൻ വിളിച്ച് പറഞ്ഞത് സർപ്പസന്തതികളെ എന്നാണ് വിളിച്ചത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് ചിന്തിച്ചു. അതിന് താഴോട്ടുള്ള ചില ഭാഗങ്ങളെക്കുറിച്ച് ആമേൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ വചനത്തെ പിന്നെയും ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ താഴോട്ടുള്ള വചനങ്ങളെ വിവരിക്കുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് നമ്മുടെ സഭ ചില നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് ചിലൊക്കെ ഞാൻ കാണുവാൻ കണ്ടു. ചിലരൊക്കെ ഭയപ്പെടുന്നത് പോലെ ഞാൻ എന്താകുന്നു പ്രസംഗിച്ചുകൊണ്ട് വരുന്നത്, ഏത് വിഷയമാകുന്നു പ്രസംഗിച്ചുകൊണ്ട് വരുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എന്നാൽ ഞാൻ പറഞ്ഞ സാരാംശം എന്ന് പറഞ്ഞാൽ ലോകത്തില് ഭയപ്പെടുത്തുന്ന
ആമേൻ. ആമേൻ. നിങ്ങളൊക്കെ ഒരുപാട് ഭയപ്പെട്ട് ഉള്ളവരാണ്. ലോകത്തെ ആമേൻ. ലോകം നിങ്ങളെ ഭയപ്പെടുത്തും. കർത്താവ് നിങ്ങളെ ഭയപ്പെടുത്തുവോ? കർത്താവിന് മാത്രം ഭയപ്പെടുക, ലോകത്തെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൽ ഭയപ്പെടുക, ദൈവത്തിനെ ഭയപ്പെടുക. ദൈവഭയം സർവ്വജയം. എന്നാൽ ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ആമേൻ. എന്നാൽ അനേകർ വന്ന് നിങ്ങളെ ഭയപ്പെടുത്തി, അനേകർ നിങ്ങളെ തെറ്റിക്കും. തെറ്റിയ ഉപദേശങ്ങൾ കേട്ടിട്ടുള്ളവർ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് കേൾക്കും, പെട്ടെന്ന് അങ്ങ് അതാണോ ഇതാണോ എന്നൊരു ചഞ്ചലിപ്പ് മനസ്സിൻ്റെ അകത്തുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണോ ഇങ്ങനെയാണോ, ശരിയോ തെറ്റോ ആമേൻ ദേവദാസൻ പ്രസംഗിച്ചുകൊണ്ട് വരുന്നതെന്ന്, ഹല്ലേലൂയ, ജനത്തെ ആമേൻ സ്വതന്ത്രമാക്കുന്നതാണോ ഭാരപ്പെടുത്തുന്നതാണോ എന്ന് ഹൃദയത്തിൽ ചിന്ത വന്നിട്ട് ആമേൻ ആകുലപ്പെടുവാനും ഭയപ്പെടുവാനും ഒക്കെ ഇടയായി. ഹല്ലേലൂയ. ആമേൻ. അതിനെ ഒന്ന് ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള ഭയം മാറ്റുവാൻ വേണ്ടിയാണ് നിങ്ങളെ കർത്താവ് സ്വതന്ത്രരാക്കി തീർത്ത്, പുതിയ നിയമത്തിലൂടെ നിങ്ങളെ സ്വതന്ത്രരാക്കി തീർത്തിരിക്കുകയാണ്. അതിനെ ഒന്ന് ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗങ്ങളെ ഞാൻ നിങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ ആമേൻ ഹൃദയത്തിലൊന്നും ഭാരമായിരിക്കാതെ എല്ലാവരും സ്വതന്ത്രമായിരിക്കണമെന്ന്, കർത്താവിൽ സന്തോഷിച്ച് ഉത്സാഹത്തോടെ ഇരിക്കണം ദൈവത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ആമേൻ. നിങ്ങൾക്ക് ഈ ദൈവമക്കളാണ്, ദൈവത്തിൻ്റെതാണ്. ആമേൻ. എൻ്റെ മുമ്പിൽ നിങ്ങൾ ദാനമാക്കി വെച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ദാനം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഇവിടെ ബലാത്കാരം ചെയ്ത് ഇവിടെ വച്ചിരിക്കുകയല്ല, നിങ്ങളിവിടെ ബന്ധിച്ച് വച്ചിരിക്കുകയല്ല, നിങ്ങൾ കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കി ദൈവസഭയ്ക്കകത്ത് വച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് തൻ്റെ അടുക്കൽ സ്നാനത്തിനായി അനേകർ ഒന്ന് സ്നാനമേറ്റുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഇവിടെ ചില പരീശന്മാർ സദൂക്യരും തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് സർപ്പസന്തതികളെ എന്ന് വിളിപ്പാനിടയിൽ തീർന്നു. ആരാണ്? യോഹന്നാൻ ഹല്ലേലൂയ സദൂക്യരെയും പരീശന്മാരെ വിളിപ്പാനിടയിൽ തീർന്ന സർപ്പസന്തതികളെ എന്ന്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സർപ്പസന്തതികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചു. സർപ്പസന്തതി എന്ന് പറഞ്ഞാൽ ആദാമ്യ ഭാവത്തെക്കുറിച്ചാണ്. ആദാമിൻ്റെ കാലത്തിൽ ആമേൻ സാത്താൻ സർപ്പത്തിലൂടെ കടന്നു വന്ന് അവരെ തെറ്റിച്ചു, ആദാമിനെ ഹവ്വയെ തെറ്റിച്ചു. അതേ പ്രകാരം ഹല്ലേലൂയ ഇവിടെ സദൂക്യരും ആമേൻ ആരാ പിന്നെ സദൂക്യരും പരീശരും അനേകർ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരുപദേശങ്ങൾ പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, ദുരുപദേശങ്ങൾ പറഞ്ഞ് അനേകർ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ അവരെ ആമേൻ അന്ന് ആദ്യം ഏദൻ തോട്ടത്തിൽ വെച്ച് ഹല്ലേലൂയ ആദാമിനെ ഹവ്വയും സാത്താൻ തെറ്റിച്ചു. ഇന്നും ശരിയെന്ന് പറയുന്ന സഭയ്ക്കകത്താണ്. നമ്മുടെ പെന്തക്കോസ്ത് സഭയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള സഭയാണല്ലേ? ഞാൻ വിശ്വസിക്കുന്ന സഭ പെന്തക്കോസ്ത് സഭയാണ് ശരിയായിട്ടുള്ള സഭ. പക്ഷെ നടത്തിപ്പ് പലയിടങ്ങളിലും പലതരത്തിലാണെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുക. എൻ്റെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ ഉപദേശം ഒരുപാട് പെന്തക്കോസ്ത് സഭയ്ക്കകത്തുണ്ട് കേട്ടോ. അത് നിമിത്തമാണ് പെന്തക്കോസ്ത് സഭ എന്ന് പൊളിഞ്ഞു പോകുന്നതും പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് ആള് ശരിയായ രീതിയിൽ വരാത്തതും. ഹല്ലേലൂയ. എന്നാൽ പെന്തക്കോസ്ത് മാർഗമാണ് ദൈവത്തിൻ്റെ മാർഗം. മനസ്സ് പുതുക്കുക, സ്നാനമേൽക്കുക, പരിശുദ്ധാത്മാവ് പ്രാപിക്കുക, ദൈവത്തോടു കൂടെ നടക്കുക. ഈ മാർഗികളാണ് ദൈവ പെന്തക്കോസ്ത് മാർഗം. എന്നാൽ ഇതിനകത്ത് തന്നെ ഹല്ലേലൂയ ആമേൻ ദുരുപദേശങ്ങളുമുണ്ട്. ആമേൻ. ആ ദുരുപദേശങ്ങളെ കുറിച്ച്, ദുരുപദേശം എന്ന് പറയുന്നത് മാനുഷികമാണ് കേട്ടോ. ആമേൻ. ശരിയായ ഉപദേശം ദൈവത്തിൻ്റെതാണ്, ശരിയായ കൽപ്പന ദൈവത്തിൻ്റെത്. ആമേൻ. തെറ്റായ കൽപ്പന മാനുഷികമായിട്ടുള്ളതാണ്. മാനുഷികം കൂടി ഇടകലർന്നിരിക്കുന്നത് കൊണ്ട് ദൈവജനം പറയുന്നത് എന്താണ്? നിങ്ങളുടെ ആലോചനകൾക്ക് മാനുഷികമായത് നിങ്ങൾ എന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു, നിങ്ങൾക്ക് ഫലം കിട്ടത്തില്ല. ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ശരിയായി നമ്മൾ ദൈവത്തെ ആരാധന ശരിയെ കണ്ടെത്തണം. അനേകം നമ്മളെ വഴിതെറ്റിച്ചൊക്കെ കൊണ്ടുപോകും. എങ്കിലും നമ്മൾ ശരിയായ മാർഗം തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തെറ്റായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാൽ ഞാൻ കൃത്യമായി അടി വാങ്ങിക്കും. ദൈവത്തിൻ്റെ അടി അതിനെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവമക്കളെ ശരിയായി ഞാൻ ഞാൻ ശരിയായി നടത്തിയില്ലെങ്കിൽ നിന്റെ ജനം എന്തായി തീർന്നു എന്ന് ദൈവം കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം നിന്റെ ജനത്തെ നിങ്ങൾ എന്താണ് പഠിപ്പിച്ചതെന്ന് അവർ ദൈവസന്നിധിയിൽ ഉണ്ടോ എന്ന് ചോദിക്കും. അവർ വിശ്വാസത്തിൽ ഉണ്ടോ? അവർ അവിശ്വാസികളുടെ സ്ഥാനത്താണോ വിശ്വാസികളുടെ സ്ഥാനത്താണോ ഇപ്പോഴവർ നിൽക്കുന്നതെന്ന് ദൈവം കണക്ക് ചോദിക്കും. എനിക്ക് കണക്ക് പറയണം. ആയതുകൊണ്ടാണ് ഞാൻ ഓരോ നിമിഷവും അനുദിനവും ദൈവവചനം ശരിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ചില നിമിഷങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ തന്നെയും ആമേൻ ഹല്ലേലൂയ അതിന് ദൈവനാമത്തെ ഉയർത്തണമെന്ന് ഞാൻ അനുദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഒന്ന് കരുതാന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. അവിടെ പറയപ്പെടുന്നത് ആമേൻ തൻ്റെ അടുക്കൽ വരുന്ന പരീശന്മാരോടും യോഹന്നാൻ പറയാണ്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾ ആമേൻ. എന്തായാലും ദൈവം കോപിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ മാർഗമല്ലാതെ ലോകത്തിന്റെ മാനുഷികമായ മാർഗങ്ങളെ ഉപദേശിക്കുന്നത് കൊണ്ട് ദൈവം കോപിച്ചിരിക്കുകയാണ്. സർപ്പം പണ്ട് തെറ്റിച്ചതുപോലെ ഇന്ന് മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പരീശന്മാരും സദൂക്യരും. അതുകൊണ്ട് ദൈവകോപം വരികയാണ്. ആമേൻ. നിങ്ങൾ ഒഴിഞ്ഞൊഴിഞ്ഞ് ഇതിനകത്തുകൂടെ അകത്താണ് നിൽക്കുന്നത്. പക്ഷേ ഒഴിഞ്ഞൊഴിഞ്ഞ് നിങ്ങൾ ഓടിപ്പോകാൻ ആരാണ് നിങ്ങളെ ഉപദേശിക്കുന്നതെന്ന്? ആമേൻ. ആരാണ് ഉപദേശിച്ചത് ഇങ്ങനെ പോവാൻ? ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവം പറയാണ് നിങ്ങൾ യോഹന്നാൻ പറയാണ് ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശരിയായ പാത നിങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്നത് ആർ? അടുത്ത തുറന്ന് വായിച്ചാൽ തുറന്ന വചനം. സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. നേരെ നടത്തണം. നമ്മൾ നേരെ നടക്കണം. നമ്മുടെ ജനത്തെ നേരെ നടക്കണം. എന്നാൽ മാത്രമേ നമ്മൾ നന്മ പ്രാപിക്കുള്ളൂ, വിടുതൽ പ്രാപിക്കുള്ളൂ, അനുഗ്രഹം പ്രാപിക്കുള്ളൂ, ഉയർച്ച പ്രാപിക്കത്തുള്ളൂ. മരണത്തിൽ നിന്ന് ഉയർത്തിന് നിലനിൽക്കണമെങ്കിൽ നേരെയുള്ള വചനങ്ങൾ കേൾക്കണം. അല്ലെങ്കിൽ മരിച്ചവിടെ കിടക്കും. പഴയ കാലഘട്ടം മരിച്ചു കിടന്ന കാലഘട്ടമാണ്. അതിൽ നിന്ന് ഉയർത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിൽ വന്നത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുവാൻ വേണ്ടി കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ ഒരിക്കൽ അന്വേഷിപ്പാൻ പോയി ചിലര്. അപ്പോഴ് ദൂതൻ പറഞ്ഞത് ആമേ, മരിച്ചവരുടെ ഇടയിൽ യേശു മരിച്ചവരുടെ ഇടയിൽ ഉയർത്തിരിക്കവേ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ, ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ന്. മരിച്ചവരുടെ അനുഭവത്തിൽ നിന്ന് ഉയർത്തെഴുന്ന സ്നാനത്തിലൂടെ ഉയർത്തെഴുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ജീവന്റെ വചനങ്ങൾ നമ്മൾ ജീവിപ്പിക്കുന്ന വചനങ്ങൾ നമ്മൾ കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ ആമേ യോഹന്നാൻ ഹല്ലേലൂയ സദൂക്യരോടും ഹല്ലേലൂയ പരീശന്മാരോട് പറയുന്നത് ആമേൻ. തുറന്ന വചനം വായിച്ചാലും ദേവസി, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചൊരു കാര്യമാണ് കേട്ടോ. ഉള്ളം കൊണ്ട് തുനിയാൻ നമ്മൾ ആമേൻ. അബ്രഹാമിനെ നമ്മളെല്ലാവരും വെച്ചിരിക്കുന്നത് വിശ്വാസികളുടെ പിതാവാണെന്നില്ലേ? പെന്തക്കോസ്തുകാർ മുഴുവൻ വെച്ചിരിക്കുന്നത് വിശ്വാസികളുടെ പിതാവ്. പെന്തക്കോസ്ത് മാർഗ്ഗം നമ്മുടെ ക്രിസ്ത്യന്മാർക്ക് മുഴുവൻ വെച്ചിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ വിശ്വാസികളുടെ പിതാവ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അബ്രഹാമിനെ നമ്മളെല്ലാവരും അനുഗമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിനെ അനുഗമിക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാമിന്റെ ആമേൻ നീതിക്കും അപ്പുറം ആണ് ദൈവത്തിന്റെ നീതി. ഹല്ലേലൂയ. അബ്രഹാമിന്റെ നീതിയിലൂടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ നോക്കുമ്പോൾ ദൈവം പറയുന്നത് അതിന്റെ അധീനമായ നീതി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്, ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ നീതിയെ നിങ്ങൾ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ശാസ്ത്രിമാരും പരീശന്മാരും വെച്ചിരിക്കുന്ന നീതി ആമേൻ ഈ ഇപ്രകാരമുള്ള ഈ നീതിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ ആമേൻ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വചനം വായിപ്പാനിടയായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഒരു വചനം നമ്മൾ വായിപ്പാനിടയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ആമേൻ ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം ഹല്ലേലൂയ. ശാസ്ത്രിമാരും പരീശന്മാരോടും യോഹന്നാൻ പറയുന്നതാണ്, നിങ്ങൾ അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിൽ ദൈവമാണ് നമ്മുടെ ദൈവമല്ലേ നമ്മുടെ പിതാവ്. ഹല്ലേലൂയ. ആമേൻ. ചിലർക്ക് ഹല്ലേലൂയ ആമേൻ അബ്രഹാം പിതാവ്, നമുക്ക് ദൈവമാണ് പിതാവ്. ചിലർക്ക് യഹൂദന്മാരും എന്ന് പറയണത് ഞങ്ങളുടെ പിതാവ് അബ്രഹാം. പിന്നെ ചിലർ ഒന്ന് പറയാണ് ഞങ്ങൾക്ക് രാജാവ് കൈസർ. കൈസർ ഞങ്ങളുടെ രാജാവ്. കൈസറില്ലാതെ ഞങ്ങൾക്ക് രാജാവില്ല. യഹൂദന്മാരുടെ രാജാവ് ആരാണ്? യേശുവാണ് രാജാവ്. അല്ലെങ്കിൽ യഹൂദന്മാരുടെ രാജാവ്. പക്ഷേ യഹൂദന്മാരും എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആമേൻ കൈസറില്ലാതെ രാജാവില്ല എന്ന്. അതേപോലെയാണ് ഹല്ലേലൂയ ഇവിടെ ആമേൻ അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാമിനെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ആ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. 14-ാം അധ്യായം ഉൽപ്പത്തി 14-ന്റെ ഹല്ലേലൂയ
18 മുതൽ 18, 19, 20 വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചൊരു വചനമാകുന്നു. ഹല്ലേലൂയ, ആമേൻ. അവിടെ നമ്മൾ വിവരിപ്പാൻ ഈ ഭാഗം വന്നപ്പോഴാകുന്നു. ആമേൻ, ഹല്ലേലൂയ. വായിക്കാം. അത് ഈ ഭാഗത്ത് വന്നപ്പോഴാണ് നമ്മുടെ സഭയിലെ ആമേൻ ദൈവമക്കളുടെ മുഖഭാവം മാറുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. ഞാൻ ഇവിടെ 2 നീതിയെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മൾ പാടുന്നത് ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്. നമ്മൾ പാടുന്നവരല്ലേ? പിന്നെ നിങ്ങൾ എന്തിനീ വചനം കേട്ട് ഭയപ്പെടുന്നു? ഭയപ്പെടേണ്ടവനെ ഭയപ്പെടണം. ആമേൻ. ലോകീയോപദേശങ്ങളോ മാനുഷികമായുള്ളത് ഒന്നും കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്, ആമേൻ, നിങ്ങളിപ്പോൾ സന്തോഷത്തോടെ ഇരിക്കും. നിങ്ങൾ ഇപ്പോൾ സന്തോഷിപ്പിനാണ് കർത്താവ് പറയുന്നത്. ഇവിടെ അത് പ്രാർത്ഥിപ്പിൻ, ഇപ്പോൾ സന്തോഷിപ്പിൻ. നിങ്ങൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖകാലമൊക്കെ മാറാൻ പോവുക. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുക. ദൈവാത്മാവ് അതെല്ലാം മാറ്റി തരുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉൽപ്പത്തി ദിവസം 14-ാം അധ്യായത്തിന്റെ 18, 19, 20 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അവൻ കൂടെയുള്ള രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ അവിടെ ഒരു സോദോം രാജാവ്, സോദോമിന്റെയും ഗോമോറയുടെയും രാജാവാകുന്ന മൽക്കീസേദക്ക് ഈ ഭാഗം വന്നപ്പോഴാണ് മുഖഭാവം മാറിയത്. പലരുടെയും മുഖഭാവം മാറുന്നുണ്ട്. മൽക്കീസേദക്ക്, ആമേൻ, സോദോം രാജാവായ, ആമേൻ, മൽക്കീസേദക്ക് എന്ന് പറയുന്ന, ആമേൻ, സോദോം ആരുടെ പട്ടണമാകുന്നു? ആമേൻ, ഹല്ലേലൂയ, ലോത്തിന്റെ പട്ടണമാകുന്നു. ആമേൻ, ലോത്തിന്റെ പട്ടണമാകുന്നു. ഹല്ലേലൂയ, സോദോമും ഗൊമോറയും. ആ സ്ഥലത്തുള്ള രാജാവാകുന്നു മൽക്കീസേദക്ക്. മാത്രവുമല്ല, രാജാവ് മാത്രമല്ല, ദൈവത്തിൻ്റെ പുരോഹിതന് കൂടെയായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ, ആമേൻ, അബ്രഹാം, ആമേൻ, 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 തൻ്റെ സഹോദരനെയും കുടുംബത്തെയും സ്വത്തുവകളെയൊക്കെയും, ആമേൻ, ആമേൻ, ജാതീയ രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്ത് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അവന് തൻ്റെ സഹോദരനാകുന്ന ലോത്തിനെയും കുടുംബത്തെയും മോചിപ്പിച്ച് കൊണ്ട് അബ്രഹാം മടങ്ങി വരുമ്പോൾ ഈ സോദോം രാജാവ് ആയ, ആമേൻ, മൽക്കീസേദക്ക് അബ്രഹാമിന് വെള്ളവും അപ്പവുമായി അവനെ എതിരേറ്റ് ചെന്നിട്ട് അവനെ അനുഗ്രഹിപ്പാനിടയായി തീർന്നു. അനുഗ്രഹിച്ചപ്പോൾ, അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ, സോദോം രാജാവ്, ആമേൻ, ദൈവത്തിൻ്റെ പുരോഹിതൻ അവനെ അനുഗ്രഹിച്ചപ്പോൾ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, അബ്രഹാം, ആമേൻ, സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് ഒരു വചനം അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഇതും ഈ വചനത്തെയും വേറൊരു വചനത്തെയും, ആമേൻ, ദൈവസഭയെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ആരും ഭയപ്പെടണ്ട കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്, ആമേൻ, അബ്രഹാം, ആമേൻ, രാജാവിന് ദശാംശം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇത്, ആമേൻ, ആമേൻ, ഇന്ന് പെന്തക്കോസ്ത് സ്ഥലത്തിൽ നോക്കിയാൽ, ആമേൻ, ഇതിനെ വലിയ രീതിയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയപ്പെടുന്ന അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. നിങ്ങളാരും ഭയപ്പെട്ടു പോകരുത്. ഞാനിത് പറയുന്നത് കേട്ടുകൊണ്ട് ധൈര്യത്തോടു കൂടി ഇരിക്കണം, ക്ഷീണിച്ചു പോകരുത്. ഞാൻ പറയുന്ന സാരാംശം എന്ന് പറഞ്ഞാൽ, അബ്രഹാം, ഹല്ലേലൂയ, ആമേൻ, സകലത്തിലും, രാജാവിന് സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് പറയുന്ന ഒരു വചനമാണ് ഇവിടെ ദൈവാത്മാവ് എന്നെ ആ വചനത്തിലൂടെ പഠിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതൊരു മാനുഷിക, ആമേൻ, മാനുഷികമായ ഒരു ആലോചനയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുന്നത്, സാരാംശം എന്ന് പറയുന്നത്, സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് പറയുമ്പോൾ, സകലത്തിലും ദശാംശം കൊടുക്കുവാൻ ഇന്ന് ആർക്കും, ഭൂതലത്തിൽ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. സകലത്തിൽ ദശാംശം കൊടുക്കാൻ ആർക്കും കഴിയത്തില്ല. ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ജീവികൾക്കൊന്നിനും പറ്റത്തില്ല. ഹല്ലേലൂയ. സകലത്തിലും. എന്നാൽ, ആമേൻ, നമുക്ക് സാധിക്കുന്നതിനെ കുറിച്ച് തുടർന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഇവിടെ ഇത് പറഞ്ഞു തീർത്തിട്ട് അങ്ങോട്ട് പോകാം. ആമേൻ. സകലത്തിലും കൊടുത്തു വന്നു. സകലത്തിൽ എന്ന് പറയുമ്പോൾ, ആമേൻ, നന്മയിലാകട്ടെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഏതിൽ തന്നെ ആയിരുന്നാലും, പ്രൈസ് ദി ലോർഡ്, നമുക്ക്, ആമേൻ, 1000-ഓ 50,000-ഓ ലഭിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ കടം വാങ്ങിയെന്നിരിക്കട്ടെ, 1000-ൽ 50,000 ലാഭം കിട്ടിയതിൽ നമുക്ക് കൊടുക്കാം. ഒന്ന് ഞാൻ എക്സാമ്പിൾ പറയാണ്. നേരെ മറിച്ച്, ആമേൻ, നമ്മൾ കടം വാങ്ങിയതിൽ നിന്ന് കൊടുക്കണം, കടം വാങ്ങിയതിൽ നിന്ന് കൊടുക്കണം, നമ്മൾ വട്ടിക്കെടുത്തതിൽ നിന്ന് നമ്മൾ കൊടുക്കണം,
നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഓരോ ശ്വാസത്തിനും കൊടുക്കണം. സകലത്തിലും നിങ്ങളത് ഗ്രഹിച്ചിട്ട് പോകണം. സകലത്തിലും തിരിയുന്നതിനും പിരിയുന്നതിനും, കടം വാങ്ങിയതായാലും പലിശക്കെടുത്തതായാലും ഇരന്നു വാക്കിയതായാലും, ഹല്ലേലൂയ, ദാനമായി ലഭിച്ചതായിരുന്നാലും അധ്വാനിച്ച് കിട്ടിയതായിരുന്നാലും, ഹല്ലേലൂയ, ഒരു ശ്വാസത്തിന് അത് സകലതുമാണ്. മനുഷ്യ ജീവിതത്തിൽ സകലതുമാണ്. ജനിക്കുമ്പോൾ മരിക്കുന്നത് വരെ നമുക്ക് ദശാംശം കൊടുക്കുവാൻ ആർക്കാ സാധിക്കുക? ഭൂതലത്തിൽ ആർക്കും സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാകുന്നു ആമേൻ പഴയ നിയമത്തെ ദൈവമെന്ന കർത്താവ് പുതിയതാക്കി തീർത്തത്. ഹല്ലേലൂയ. അത് സാധിക്കുന്ന വചനം അതല്ല. എന്നാൽ ഇന്ന് അനേകർ അതിനെ സാധിക്കാത്തതിനെ സാധിപ്പിക്കുവാൻ വേണ്ടി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അത് സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശ്വസിച്ച ഒരു ശ്വാസത്തിന് വരെ അമ്മ സകലതും എന്ന് പറഞ്ഞാൽ അതിന് ദശാംശം കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദശാംശം എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ എതിർത്തു വരികയാണോ? അല്ല, ഒരു നാളുമല്ല. അത് ദൈവത്തിൻ്റെ ദൈവ നിയോഗവും ദൈവ നിശ്ചയവുമാണ്. അത് എങ്ങനെ കൊടുക്കണമെന്നുള്ളത് ഇതിനെക്കുറിച്ച് വിവരിക്കുവാൻ വേണ്ടിയാകുന്നു ദൈവം എന്ന കർത്താവ് എന്നെ ഇവിടെ പകൽക്കാലത്തിൽ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ സ്തോത്രം മലാക്കി എഴുതിയ സുവിശേഷം, മലാക്കിയുടെ പുസ്തകം, മലാക്കി പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 12 വചനം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ദശാംശത്തെക്കുറിച്ച് പറയുന്നത് മുഴുവൻ ദശാംശം എന്ന് പറയുന്നുണ്ട് കേട്ടോ. സകലത്തിലുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സകലത്തിലും എന്ന് പറഞ്ഞ് ഇവിടെ മുഴുവൻ എന്ന് പറയുകയാണ്. എന്നാൽ ഈ ദശാംശം എന്ന് പറയുന്നത് ഹല്ലേലൂയ ലോകപ്രയത് പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോരുടെ തീരും. പ്രൈസ് ദി ലോർഡ്. ദശാംശം എന്ന് പറയുന്നത് ലോകത്തിലെ ലോകമൊക്കെ ദൈവത്തിൻ്റെ വകയാണ്. ഹല്ലേലൂയ. ലോകത്തിലുള്ളതും ദൈവത്തിൻ്റെ വകയാണ്. അവൻ്റെ സ്വന്തം വക, സ്വന്തം ആധാരപ്രകാരമുള്ളത്. അതേപോലെ ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വക. പ്രൈസ് ദി ലോർഡ്. അവർക്ക് എന്തുവാണ് ഇന്ത്യയെ ചെയ്യാം. അതേപോലെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അവരുടെ ഈ കേരളം മൊത്തം അവർ ഭരിക്കുകയാണ്. അതേപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ ഭരിക്കുകയാണ്. നമ്മളെല്ലാവരും നികുതികൾ കൊടുത്താണെന്ന് ഇവിടെ നിൽക്കുന്നത്. എല്ലാറ്റിനും കൊടുക്കുന്നുണ്ട് നികുതി. ഹല്ലേലൂയ. നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കൊടുക്കും. വീടിന്, വസ്തുവിന്, സകലത്തിന്, വാഹനത്തിന്, എല്ലാറ്റിനും നമ്മൾ നികുതി കൊടുത്താണ് നിൽക്കുന്നത്. അത് ലോക നിയമം പ്രകാരം നമ്മൾ കൊടുത്തു വരികയാണ്. പക്ഷേ ലോകത്തിൻ്റെ നിയമത്തിന് മാറ്റമില്ല. ലോകത്തിന് അത് കൊടുത്തില്ലെങ്കിൽ നമ്മളെ വന്ന് പിടിച്ചു പറിച്ചെടുത്തോണ്ട് പോവര്. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവ നിയമം. ദൈവ നിയമം ലോക നിയമം. എന്നാൽ ദൈവ നിയമത്തില് അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഭൂമി മൊത്തം ദൈവത്തിൻ്റെ വകയാണെങ്കിൽ തന്നെയും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ നിങ്ങൾക്ക് നമ്മുടെ പാവപ്പെട്ട സഭയ്ക്കകത്തുനിന്ന് നിങ്ങൾ എന്നെ ഇവിടെ കൂടെ കൊണ്ടുവരണം എന്നുള്ളത് പറയാൻ വേണ്ടിയല്ല, ഈ നീതിയെ നിവർത്തിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ നീതിയെ നിവർത്തിക്കുവാൻ വേണ്ടിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു ദൈവജനെ ഓർപ്പിക്കുന്നത് ഒരു വാണിഭശാലയാക്കി മാറ്റുവാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. ഇതിനെ ഞാൻ ഇത് അവതരിപ്പിച്ചുകൊണ്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കഴിഞ്ഞ പഴയ യേശുവിന് മുൻപ് പഴയ കാലഘട്ടത്തിൽ അനേകർ ആലയങ്ങൾ, കൂട്ടായ്മകളെ വാണിഭശാലയാക്കി വെച്ചിരുന്നു എന്ന് യോജന എഴുതിയിരിക്കുകയാണ്. അതിന് വിരോധമായിട്ട് കർത്താവ് വന്ന് നിങ്ങൾ എൻ്റെ ആലയത്തെ വാണിഭശാലയാക്കി മാറ്റിയിരിക്കുന്നു, കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. കർത്താവ് പ്രസംഗിപ്പാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആയതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു വരുന്ന സാരാംശം എന്ന് പറയുന്നത് ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും ഒരു നാളിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലഭിക്കുന്നതൊക്കെ നമ്മൾ അനുദിനം നമ്മൾ ഭക്ഷിച്ച് പാനം ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി പോവുകയാണ്. എന്നാൽ ദൈവത്തിനുള്ളത് ദൈവത്തിൻ്റെ ഭൂമിയിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ അവകാശികളാണ് നമ്മളെല്ലാവരും. എല്ലാവരോടും സകലരോടും ദൈവം കണക്ക് ചോദിക്കും. മനുഷ്യരോടും മൃഗങ്ങളോടും സകല ജീവജാലങ്ങളോടും ദൈവം കണക്ക് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഞാൻ തന്ന നന്മയിൽ നിന്ന് എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് അങ്ങ് നീണ്ടു പോകും. അങ്ങോട്ടൊന്നും പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഈ ദൈവരാജ്യത്തിന് നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ ശുശ്രൂഷ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വേണ്ടിയൊക്കെയാണ് ദൈവം പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ നിയമിച്ചു വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആ കാഴ്ചകളെ അർപ്പിക്കുന്നത് മുഴുവനായിട്ടല്ല. ഹല്ലേലൂയ. നേരത്തെ ഞാൻ പറഞ്ഞ എന്താണ്? സകലത്തിലും അല്ല, മുഴുവനായിട്ടെന്നാണ് ഇവിടെ പറയുന്നത്. മുഴുവനായിട്ട്
മുഴുവനായിട്ട് ഞാൻ അങ്ങനെ ആ വിഷയം പഠിപ്പിച്ച് നോക്കിയപ്പോൾ മുഴുവനായിട്ട് കൊടുക്കുവാൻ കഴിയും കേട്ടോ. എന്നാൽ ചില ആമേൻ ഇത് പറയാനുള്ള സാരാംശം എന്ന് പറഞ്ഞാൽ ചില സഭകളിൽ ആമേൻ ചിലരെയൊക്കെ തെറ്റിച്ച് ഒരുപാട് പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ട്. ഈ സകലത്തിലും എന്ന് പറഞ്ഞ് ഉപദേശം പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഹല്ലേലൂയ. ഇന്ന് വഴിയാധാരമായ ആൾക്കാരുണ്ട് കേട്ടോ. ഇന്ന് സകലത്തിൽ ദശാംശം പഠിപ്പിച്ച് അവർ നോക്കുമ്പോൾ ആമേൻ അറിവില്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. സകലമൊന്ന് പറയുകയാണ്. കടം വാങ്ങിയതായാലും പലിശക്കെടുത്തതായാലും എരവ് വാങ്ങിയതായാലും അതിൽ നിന്നും തിരിഞ്ഞതിനും പിന്നീട് എല്ലാത്തിനും കണക്ക് നോക്കാതെ ചിലവഴിമേ ദശാംശം കൊടുത്ത ആൾക്കാരെന്ന് ലോകത്തിൽ അവൻ പരിവട്ടവും പട്ടിണിയിലെ ആയവരുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമല്ല, കണക്കും പ്രകാരമുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദശാംശം ദൈവത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ വരുന്ന നന്മയിൽ നിന്നാണ് കേട്ടോ. അല്ലാതെ കടം വാങ്ങിയെന്നല്ല, അവന് വിത്തിൽ നിന്നല്ല. ആമേൻ നിങ്ങൾ വിതച്ച് നിങ്ങളുടെ അധ്വാന ഫലത്തിൽ ലഭിച്ചതിൽ നിന്ന് ആമേൻ ലാഭത്തിൽ നിന്നുള്ള ഒരു വിഹിതമാണ് 10-1 ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ അത് മുഴുവനായിട്ട് നമുക്ക് 100 രൂപ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് നമ്മിൽ 10 എന്ന് ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ നമുക്കത് കഴിയുകയും ചെയ്യും. പക്ഷേ സകലതും കൊടുക്കുവാൻ സാധിക്കത്തില്ല. സാധിക്കുമോ? 10-1 ദൈവത്തിന് കൊടുക്കുവാൻ സാധിക്കും. ആമേൻ. അതാകുന്നു പറയുന്നത് ഇവിടെ മലാക്കിയുടെ സുവിശേഷം. മലാക്കിയുടെ മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാമോ എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കും. ദൈവം പറയുന്ന കാര്യമാണ്. ദൈവം പറയുന്ന കാര്യം നിവർത്തിക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത് അവതരിപ്പിച്ചുകൊണ്ട് വരുന്നത്. ആമേൻ. ഇവിടെ വായിച്ചാലും എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും. അവിടെ പ്രവചന പുസ്തകമാണ്. ആമേൻ. കഴിഞ്ഞ കാലത്തിന് വിരോധമായിട്ട് പ്രവചിച്ച പ്രവചന പുസ്തകത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പ്രവാചകന്മാര് ഇസ്രായേലിനെ കുറിച്ച് പ്രവചിച്ച പ്രവാചകത്തിലൂടെയാണ്. വായിച്ചാലും ഈ ജാതി മുഴുവനും ഹല്ലേലൂയ ആമേൻ. ഇസ്രായേൽ മുഴുവനും, ഈ ജാതി മുഴുവനും എന്നെ തോൽപ്പിക്കുന്നു, ദൈവത്തെ തോൽപ്പിക്കുന്നു. നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് വായിക്കാം. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചതിൽ നിന്ന് മുഴുവനും ദശാംശം നിങ്ങൾ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവേ. ദൈവത്തിനുള്ളത് ഹല്ലേലൂയ കൊണ്ടുവരുവൻ എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഞാൻ പറഞ്ഞതിന് സാരാംശം എന്ന് പറഞ്ഞാൽ സകലതും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, മുഴുവനും കൊണ്ടുവരാൻ പറ്റും. ഞാൻ നേരത്തെ വിവരിച്ചതുപോലെ നിങ്ങൾക്ക് മുഴുവനും കൊണ്ടുവരാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ തെറ്റിപ്പോയ ഒരു ജനസമൂഹമാണ് ഇസ്രായേൽ. ഹല്ലേലൂയ. മുഴുവനും കൊണ്ടുവരാൻ പറ്റത്തില്ല. മുഴുവനല്ല, സകലതും. എന്നാൽ മുഴുവനും കൊണ്ടുവരാൻ പറ്റും. നമ്മൾ മുഴുവനായിട്ട് ദൈവസന്നിധി സമർപ്പിക്കാൻ പറ്റും. നമുക്ക് ലഭിച്ചതിൽ നിന്ന് ആമേൻ ദൈവം പറയുന്നതിനെ നമുക്ക് ആമേൻ മുഴുവനായി അർപ്പിക്കാൻ പറ്റും. പക്ഷേ സകലതും പറ്റത്തില്ല, മുഴുവനും പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ആമേൻ ദൈവത്തിൻ്റെ ജനം ഹല്ലേലൂയ ഇസ്രായേൽ മുഴുവനായി ദൈവത്തെ ആമേൻ തോൽപ്പിച്ചിരിക്കുന്നു. അവിടെ വായിച്ചാലും അങ്ങനെ നമ്മൾ ദൈവത്തിനായിട്ട് മുഴുവനായിട്ട് നമ്മൾ ദൈവത്തിന് അർപ്പിക്കാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ദൈവം താഴോട്ട് വരെ പറയുന്നതിന് ഞാൻ നിങ്ങൾക്ക് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരികയാൽ അനുഗ്രഹങ്ങളെ പകരുന്ന ഒരു ദൈവം. ആമേൻ. ദൈവമേൻ മുഴുവനായിട്ട് നമ്മൾ ദൈവത്തെ അനുഗമിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുന്ന തുറന്ന് വായിച്ചാലും തരയില്ലയോ? അങ്ങനെ പറയണം. ഞാനിത് പറയുന്ന സാരാംശം എന്ന് പറഞ്ഞാൽ ഇതൊരു വാണിഭമാക്കി മാറ്റുവാൻ വേണ്ടി പറയുന്നതല്ല. ആമേൻ. ഒരിക്കൽ ഹല്ലേലൂയ യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരുവൻ ചോദിക്കുകയാണ്, ആമേൻ കൈസർക്ക് കരം കൊടുക്കുന്ന വീതമെന്ന് ചോദിപ്പാനിടയിൽ തീർന്നു. കൈസർക്ക് കരം കൊടുക്കുന്ന വീതമെന്ന് ചോദിപ്പാനിടയിൽ തീർന്നു. യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചതാണ്. അപ്പോൾ യേശു അതിന് മറുപടി പറഞ്ഞത്, നാണയമൊക്കെ വാങ്ങിയിട്ട് വിലയെടുത്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞത്, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുപ്പീൻ, ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുപ്പീൻ. കൈസർക്ക് കൊടുക്കുന്നത് കരമാണ്. കരം ഇവിടെ ദൈവസഭയിലൂടെ ചോദിക്കുന്നില്ല, കർത്താവ് ചോദിക്കുന്നില്ല. പക്ഷേ ഹല്ലേലൂയ ആമേൻ കൈസർക്കുള്ളവർക്ക് കരം നാടുവാഴിക്ക് കൊടുപ്പീൻ. നിങ്ങളെ കൊടുപ്പീൻ, നമ്മളൊക്കെ കൊടുത്തു വരുന്നില്ലേ? പൈസ കൊടുപ്പീൻ. എന്നാൽ ദൈവത്തിനുള്ളത്
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിനുള്ളതിൽ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ദൈവം പുതിയ നിയമത്തിൽ പറഞ്ഞ പ്രാപ്തി പോലെയാണ് കേട്ടോ. പ്രാപ്തി പോലെ, കഴിവ് പോലെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് പ്രാപ്തി പോലെ. ഒരുവന് പ്രാപ്തി ഉണ്ടായിട്ട് അവൻ ദൈവപ്രസാദം ലഭിക്കും. പ്രാപ്തി പോലെ, കഴിവുള്ളതുപോലെ. എനിക്ക് കഴിവില്ല കൊടുക്കുവാൻ, ആഗ്രഹമുണ്ട്. പ്രാപ്തി പോലെ, കഴിവുള്ളതുപോലെ നിങ്ങൾ കൊടുക്കുക എന്ന് ദൈവവചനം ആഗ്രഹം. അത് നീതിയാണ് കേട്ടോ. അത് നീതിയാണ്. അല്ലാതെ ആമേൻ സകലത്തിലും എന്ന് പറയുന്നത് നീതിയല്ല, അത് മാനുഷികമാണ്. എന്നാൽ പ്രാപ്തി പോലെ കൊടുക്കുന്നവന് ദൈവപ്രസാദം ലഭിക്കും. മുഴുവനായി കൊടുക്കുന്നവന് ദൈവപ്രസാദം ലഭിക്കും. അത് നീതിയാണ്, അത് ദൈവിക നീതിയാണ്. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, സകലത്തിലും എന്ന് പറയുന്നത് മാനുഷികവും നീതിയുക്തവുമല്ല. അതിൽ അപൂർണതയുണ്ട്. അതുകൊണ്ടാകുന്നു നിങ്ങൾ അബ്രഹാമിൻ്റെ പിതാവാക്കി വെച്ചുകൊണ്ട് നടക്കാതെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെടുവാൻ വേണ്ടി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാപ്തിക്കൊത്തവണ്ണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നിങ്ങൾ അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയാനിടയിൽ തീരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാപ്തി പോലെ കൊടുക്കുന്നവന് ദൈവപ്രസാദം ലഭിക്കുമെന്നാണ്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. സ്വതന്ത്രം. ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആയതുകൊണ്ട് ആമേൻ, മാനുഷിക നിയമമല്ല, മാനുഷിക ഉപദേശമല്ല, ദൈവിക ഉപദേശത്തിൽ നമ്മൾ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലത്തെ ഓർത്ത് ആമേൻ, കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നേരെ മറിച്ച് ആമേൻ, സകലത്തിലും എന്ന് പറയുന്നതിന് നിവർത്തിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. തുടർന്നൊരു വചനം നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവനീതിയെ നിവർത്തിച്ച ഒരു ദൈവപുരുഷനെ കുറിച്ച്, ദൈവത്തിൻ്റെ പുരോഗതിയെ കുറിച്ച് ഞാൻ വിവരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മളുടെ സഭയെക്കുറിച്ച്, ആമേൻ, പെന്തക്കോസ്ത് കോളത്തെക്കുറിച്ച് ഞാൻ ഇത് വിവരിക്കേണ്ട സാരാംശം എന്ന് പറഞ്ഞാൽ, അനേക ദുരുപദേശങ്ങൾ കേൾപ്പിച്ച്, അനേകരെ തെറ്റിച്ച്, അനേകരെ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയമുള്ളവരാണ് ദൈവമക്കള്. ദൈവവചനം പറയുന്നത് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ തകർന്നവരാണോ, മുൻകാലത്ത് തകർന്നവരാണോ, നുറുങ്ങിയവരാണോ, നിങ്ങൾ നിരസിക്കാതെ മാറോടെ എടുത്ത് ചേർക്കുന്ന കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഒരു വചനം ഇങ്ങനെ ഓർപ്പിച്ച് വരികയാണ്. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3 മുതൽ ചില വചനങ്ങൾ വായിക്കുമ്പോൾ ശമൂവേലിൻ്റെ കാലത്ത് ആമേൻ നിവർത്തിക്കപ്പെട്ട ദൈവനീതിയെക്കുറിച്ച് ശമൂവേൽ ദൈവനീതിയെ നിവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു കേട്ടോ. മാനുഷിക നീതിയെ നിവർത്തിക്കുന്ന ഒരു മനുഷ്യനല്ല. ഹല്ലേലൂയ. എന്നാൽ മാനുഷിക നീതി കടന്നു വന്നത് ഹല്ലേലൂയ, ആമേൻ, രാജാക്കന്മാരുടെ കാലത്താകുന്നു മാനുഷിക നീതി കടന്നു വന്നത്. അത് മാനുഷിക നീതി നിമിത്തം ദൈവം പ്രസാദിച്ചില്ല, ആരുടെ മേലും പ്രസാദിച്ചില്ല. ഇവിടെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു മനുഷ്യനാണ് ശമൂവേൽ. ശമൂവേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒന്ന് നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ ശമൂവേലിനെ പോലെ ഒരു മനുഷ്യനായിരുന്നു പൗലോസ് പറയുന്നു, ആമേൻ, എനിക്ക് ആമേൻ ഈ വക കാര്യങ്ങളൊക്കെ ഉപദേശിക്കുവാൻ എനിക്കും അധികാരമുണ്ട്, എങ്കിൽ തന്നെ ഞാനിതൊന്നും പ്രയോഗിച്ചിട്ടില്ല. ദൈവനീതിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ചിലപ്പോൾ പ്രയോഗിക്കുന്ന അനീതിയായിട്ട് മാറി ദൈവ രാജ്യത്തിന് വിഘ്നം വരാതിരിക്കാൻ വേണ്ടി, ദോഷം വരാതിരിക്കാൻ വേണ്ടി അത് ഒഴിഞ്ഞു വർദ്ധിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഹല്ലേലൂയ. നിങ്ങൾ എന്താ ഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആമേൻ, ഹല്ലേലൂയ, ദൈവവചനത്തിലൂടെയാണ് ഞാൻ ദൈവാത്മാവിനോട് പറയുന്നത്. അതേപോലെ അത് ഞങ്ങൾ പറഞ്ഞതുപോലെ ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം ആമേൻ 3-4 മുതൽ വചനം ഒന്ന് വായിച്ചാട്ടെ. അവിടെ ദൈവത്തിൻ്റെ നീതി ഹല്ലേലൂയ ഇവിടെ നടത്തുന്നതാണ്. ആമേൻ. ശമൂവേൽ പറയേണ്ടത്, ശമൂവേല് ദൈവം നേരിട്ട് രാജാക്കന്മാർക്ക് മുൻപിൽ, രാജാക്കന്മാരുടെ നിയോഗിക്കുന്നതിന് മുൻപിൽ ശമൂവേല് ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. ആമേൻ. ശമൂവേൽ പറയുന്ന കാര്യമാണ്, ഇസ്രായേലിനെ കുറെ കാലം നടത്തിയത് നീതിയുക്തമായി ദൈവനീതി പ്രകാരം നടത്തിയത് ശമൂവേലായിരുന്നു. അവർക്ക് സ്തോത്രം, ദൈവനീതി നടത്തി വന്ന സമയത്ത് ജനത്തിന് ആ ദൈവനീതി പ്രകാരം നടത്തുന്ന ശമൂവേൽ വേണ്ട, രാജാക്കന്മാരെ വേണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പോൾ ശമൂവേല് രാജാക്കന്മാരെ വാഴിച്ചു കൊടുത്തിട്ട് തുടർന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ, ഞാനിതാ ഇവിടെ നിൽക്കുന്നു. നിങ്ങളത് ശ്രദ്ധിക്കണേ, ആരും ഉറങ്ങി മയങ്ങിയൊന്നും പോകരുത്. നിങ്ങൾ കേട്ട് ഗ്രഹിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ
അപഹരിച്ചിട്ടില്ല. ലോകം അപഹരിക്കുന്ന ലോകത്തിന്റെ നടുവിലാണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. ശമൂവേൽ പറയുന്നത് ഞാൻ ഒരു കാളയെ അപഹരിച്ചിട്ടില്ല. ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടില്ല. ഞാൻ വല്ലവനെ ചതിച്ചിട്ടുണ്ടോ? വല്ലവനെ പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? അവന്റെ അഭിഷിക്തന്റെ മുമ്പാകെ എന്റെ നേരെ സാക്ഷീകരിപ്പി, എന്നെ തന്നെ സാക്ഷീകരിപ്പി, ഞാൻ അത് മടക്കിത്തരാം. അതിന് അവർ സ്തോത്രം വായിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഞാനിവിടെ ആമേൻ ദൈവം എന്നെ ഏൽപ്പിച്ച ജനത്തിന്റെ ഇസ്രായേലിന്റെ വെക്കൽ നിന്ന് ഞാൻ അവന്റെ മുന്തിരിത്തോട്ടമോ അത്തിത്തോട്ടമോ അല്ലെങ്കിൽ അവന്റെ ആടുമാടുകളോ എന്തെങ്കിലും ഞാൻ അപഹരിച്ചിട്ടുണ്ടോ? ദുരാലോചന പറഞ്ഞ്, ദുരുപദേശം പറഞ്ഞ്, ആമേൻ സകലത്തിലും ഒന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും അപഹരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അപഹരിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ശമൂവേലോട് പറയാണ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധി വ്യവഹരിക്കും എന്ന് പറയണ, ഞാൻ വാദിക്കുമെന്ന് പറയാണ്. താഴ്ത്തു വായിച്ചാൽ ദേവാസിയെ, നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ആമേൻ. ജനം പറയാണ്, നിങ്ങൾ ആമേൻ നീ അങ്ങനെ ഞങ്ങളിൽ നിന്ന് പിടിപ്പിച്ചൊന്നും വാങ്ങിയിട്ടില്ല. എങ്കിലും താഴോട്ട് വായിച്ചാലും അവൻ പിന്നെ അവരോട്, നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി, അവന്റെ അഭിഷിക്തനും ഇന്ന് സാക്ഷി എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ ജനത്തോട് പറഞ്ഞതെന്നാൽ, മോശെ അഹരോനെ കൽപ്പിച്ചതൊക്കെയും നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവരികയും ചെയ്തവൻ യഹോവ തന്നെ. ആകയാൽ ഇപ്പോൾ ഒത്തുനിൽപ്പി, യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ചെയ്തിട്ടുള്ള സകല നീതികളെ കുറിച്ച്. ആമേൻ. നോക്കിക്കേ, അവിടെ ശമൂവേൽ പറയുന്നത് നിങ്ങളുടെ പിതാക്കന്മാർക്ക്, എന്താ വായിച്ചത്? നിങ്ങളുടെ പിതാക്കന്മാർക്ക്, യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ചെയ്തിട്ടുള്ള സകല നീതികളെ കുറിച്ച്. നോക്കിക്കേ, ഈ സകല നീതിയെ കുറിച്ചാണ് വിവരിക്കുവാൻ വേണ്ടി ഞാൻ ഈ പകൽക്കാലം ഇവിടെ നിൽക്കുന്നത്. ആമേൻ. അവിടെ പറയുന്നത് ശമൂവേൽ പറയുന്നത്, ആമേൻ, നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ആമേൻ കൽപ്പിച്ചിരിക്കുന്ന സകല നീതിയെ കുറിച്ച് ഞാൻ ഇന്നിവിടെ വ്യവഹരിക്കും. എൻ്റെ വ്യവഹാരം, ഇന്നത്തെ വ്യവഹാര ഈ വാദപ്രതിവാദത്തിന്റെ ആമേൻ വ്യവഹാര കാരണം അതാണ്. പ്രൈസ് ദി ലോർഡ്. സകല നീതിയെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സകല നീതി അല്ല, അബ്രഹാമിന്റെ നീതിയല്ല, അബ്രഹാം പിതാവിന്റെ നീതിയല്ല. ആമേൻ. ദൈവത്തിന്റെ നീതി മുഴുവനായിട്ടുള്ള നീതി. ആമേൻ. സകല നീതി. ആമേൻ. ഹല്ലേലൂയ. യേശു പറഞ്ഞ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഹല്ലേലൂയ. സകല നീതിയെ കുറിച്ച് ഞാൻ ഇന്നിവിടെ ആമേൻ പറയുമെന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അവന്റെ ഇടയൻ, നല്ല ഇടയൻ, അവൻ സകല നീതിയും നിവർത്തിക്കുകയാണ്. അവിടെ അവസാനം വായിച്ച വചനം എന്താണ്? അവസാനം വായിച്ചത് തന്നെ സകല നീതി. ഞാൻ നിന്റെ അത് തന്നെയാണ് വായിച്ചത്. സകല നീതിയെയും കുറിച്ച് ഞാൻ യഹോവയുടെ മുമ്പാകെ നിങ്ങളോട് വ്യവഹരിക്കും. ആമേൻ വ്യവഹരിക്കും. ഞാൻ ഒരുത്തന്റെ കാളയോ കഴുതയോ മുന്തിരിത്തോട്ടമോ അത്തിത്തോട്ടമോ വാഴത്തോട്ടമോ ആമേൻ ആട്ടിൻകൂട്ടത്തെയോ ഞാൻ പിടിച്ചിട്ടില്ല, അപഹരിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവം സാക്ഷി, നിങ്ങളും സാക്ഷി. ഹല്ലേലൂയ. നല്ല ഇടയന്റെ ദൗത്യമാണ് കേട്ടോ. ആമേൻ. ജീവനെ കൊടുക്കുന്ന ഒരു ഇടയന്റെ ദൗത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാണിഭ ആക്കാൻ വേണ്ടിയല്ല, ഒരു ഇടയനെ ആമേൻ വാണിഭശാലയാക്കി മാറ്റുവാൻ വേണ്ടിയുള്ളതല്ല. ഹല്ലേലൂയ. ദൈവരാജ്യം ആമേൻ അവിടെ നീതി സമാധാനം ഒക്കെ കൊണ്ട് നിറയ്ക്കുന്നതാണ്. എന്നാൽ ആമേൻ മത്തായി സുവിശേഷത്തിലേക്ക് വിരാമത്തിലേക്ക് പോകാം നമുക്ക്. ആമേൻ. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ ചില വചനങ്ങൾ വായിച്ചാറ്റും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ സ്തോത്രം. നമ്മൾ തുടങ്ങിയത് സ്നാനത്തിന്റെ ഭാഗത്ത് നിന്നാണ് തുടങ്ങിയത്. നീതി നിവർത്തിക്കുന്നതെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ പാപങ്ങളെ, ആമേൻ, ലോകത്തിന്റെ പാപത്തെ ആമേൻ ചുമക്കുവാനായി ലോകത്തിൽ അവതരിച്ച കർത്താവ്. ആമേൻ. ആമേൻ. ലോകത്തെ വീണ്ടെടുപ്പാൻ വേണ്ടി, സകലരെയും വീണ്ടെടുപ്പാൻ വേണ്ടി, മാനവരാശിയെ വീണ്ടെടുപ്പാൻ വേണ്ടി, പാപത്തിൽ ശാപത്തിൽ വീണുപോയവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി കടന്നു വന്ന കർത്താവ് ഇപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ സ്നാനത്തിനായി വരികയാണ്. ആമേൻ. പാപികൾക്കാണ് സ്നാനമുള്ളത്. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പാപം മാറാൻ വേണ്ടിയാണ് സ്നാനമേൽക്കുന്നത്. സ്നാനമേറ്റ് കടന്നു വരുന്ന അവർ നീതിമാന്മാരെ തീരുകയാണ്. വിശ്വാസ സ്നാനമേറ്റ് ഇവിടെ
യേശുവും അവൻ നമ്മൾക്ക് വേണ്ടി അവൻ നമ്മുടെ പാപങ്ങളെ ചുമക്കുവാൻ അവൻ സ്നാനക്കടവിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങൾ ആമേൻ വായിച്ചാലും 3:13 മുതൽ ഒന്ന് വായിച്ചാലും അനന്തരം യേശു യോഹന്നാനെ സ്നാനമേൽപ്പാൻ അക്കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനും അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവൃത്തിയാകുന്നത് നമുക്ക് ഉചിതം. സകല നീതി നിവൃത്തിയാക്കുന്നതാണ് കർത്താവിന്റെ ഇഷ്ടം. സകല നീതി നിവൃത്തിയായിരിക്കും. നിങ്ങൾ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ നീതി അല്ല, രാജാക്കന്മാരുടെ നീതിയല്ല. രാജാക്കന്മാരുടെ നീതിയാണ് തെറ്റിപ്പോകുന്ന നീതി. രാജാക്കന്മാരുടെ കാലഘട്ടമല്ല ഇത്, കൃപയുടെ കാലഘട്ടമാണ്, കരുണയുടെ കാലഘട്ടമാണ്, ദയയുടെ കാലഘട്ടമാണ്, മനസ്സലിവുള്ള കാലഘട്ടമാണ്. ദൈവം മനസ്സലിവിനെ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. പ്രാപ്തിയുള്ളത് ആഗ്രഹിക്കുന്നു ദൈവം, പ്രാപ്തിയുള്ളതേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളിൽ നിന്ന് ദൈവം പ്രാപ്തി ഇല്ലാത്തതൊന്നും ആഗ്രഹിക്കുന്നില്ല, സകലതും ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ഇവിടെ ആമേൻ പലരും സകലത്തെയും പറയണം. നമുക്ക് സകലത്തും ആമേൻ നിവർത്തിക്കാൻ സാധിക്കത്തില്ല. ആമേൻ. നമുക്ക് മുഴുവനായി സാധിക്കും. ആമേൻ. സകലതും സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മുഴുവനും സാധിക്കും, സകലതും ചിലപ്പോൾ സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്ന കർത്താവേ. ഓരോരുത്തരോടും അങ്ങ് സംസാരിക്കുന്ന കൃപകൾക്കായി. കഴിഞ്ഞ നാളുകളിൽ ആമേൻ നടന്നതുപോലെ അല്ല, ശാസ്ത്രിമാരെ പരീശന്മാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ കർത്താവ് ആമേൻ തന്നെ ജനത്തെ ഉപദേശിച്ചത്. കരങ്ങളെ കൊട്ടിയൊന്ന് കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. നമ്മുടെ കർത്താവ് മഹത്വത്തിന് മതിയ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മെ ലോകത്തിൽ നിന്ന് ആമേൻ അനേക ദുരുപദേശങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ആമേൻ മതിയ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. കഷ്ടമുണ്ടോ, ഭാരമുണ്ടോ, രോഗമുണ്ടോ, ദുരിതമുണ്ടോ, എല്ലാറ്റിനെയും കർത്താവ് വിടുവിച്ച് നമ്മെ ശക്തനാക്കുന്ന നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. യേശു പറയാണ് ഇങ്ങനെ. താഴോട്ട് സിസ്റ്ററെ വായിച്ച് നമുക്ക് വിരാമം കൊടുക്കാൻ പറ്റുന്ന ഭാഗത്തിലേക്ക്. അവിടെ യേശു നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്നാനമേറ്റു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആമേൻ മാനസാന്തരപ്പെട്ട സ്നാനമേറ്റ് വരുമ്പോൾ നമ്മൾ നീതീകരണം പ്രാപിക്കുകയാണ് കേട്ടോ. സകല നീതി നിവർത്തീകരിക്കുകയാണ്. നമ്മൾ സകല നീതി നിവർത്തിക്കുകയാണ്. നമ്മൾ ആമേൻ കർത്താവിനോടുകൂടി നമ്മൾ ചേരുവാൻ വിശ്വാസ സ്നാനം എടുക്കുകയാണ്. തുടർന്നുണ്ടാകുന്ന നന്മയെ കുറിച്ച് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴോട്ട് വായിച്ചാൽ നിർത്തി വായിച്ചാൽ ദിവസിയായി സമ്മതിച്ചു. എന്നാൽ അവരവരെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ ആമേൻ സകല നീതിയും നിവർത്തിക്കുന്നവൻ ആരായിരുന്നാലും, യേശുവായിരുന്നാലും നമ്മളായിരുന്നാലും, സകല നീതിയും നിവർത്തിക്കുന്നത് ആമേൻ ആമേൻ ഉചിതം. സകല നീതിയും ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ആമേൻ ആമേൻ സകലത്തിലല്ല മുഴുവൻ ആമേൻ. ഹല്ലേലൂയ. നീതിയും നിവർത്തിക്കുന്ന ഉചിതം. ഹല്ലേലൂയ. ആമേൻ. ഈ നീതി നിവർത്തിക്കുമ്പോഴാണ് ദൈവാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. ഹല്ലേലൂയ. അവിടെ സകല നീതി നിവർത്തിക്കുന്ന ഉചിതം. സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറന്ന് ദൈവാത്മാവ് പ്രാവുന്ന പോലെ. ആമേൻ. ഒന്നാമതായി ദൈവാത്മാവ് നമ്മൾ പ്രാപിക്കുവാനിടയിൽ തീരും. ദൈവത്തിന്റെ നീതിയെ നിവർത്തിക്കുമ്പോൾ, വിശ്വാസ സ്നാനം ഏൽക്കുമ്പോൾ ആമേൻ മുഴുവൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നീതി നിവർത്തിക്കപ്പെടുകയാണ്. സകല നീതിയും നിവർത്തിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്നാനമേൽക്കുമ്പോൾ ദൈവാത്മാവ് ഓരോ നമ്മുടെ മേൽ വരുവാനിടയിൽ തീരും. തുടർന്ന് അടുത്ത വചനം. ഇറങ്ങി അവൻ കണ്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് ദൈവാത്മാവ് പറയാണ്. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പറയണമെന്ന് ഒരു ശബ്ദവും ഉണ്ടായി. പകൽക്കാലത്തില് ആമേൻ 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 യേശു ആമേൻ യോർദാനിൽ സ്നാനം കഴിഞ്ഞ് കരയിൽ കയറിയപ്പോഴാണ് സ്വർഗ്ഗം തുറന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്നാനക്കടവിൽ നമ്മൾ ആമേൻ പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരും. മാനസാന്തരപ്പെട്ട സ്നാനമേറ്റ് പുതിയതായി നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ അടഞ്ഞു കിടക്കുന്ന സകല മണ്ഡലങ്ങളും തുറക്കുവാനിടയിൽ തീരും. സ്വർഗ്ഗം തുറന്നു
തുറന്നു എന്നാണ്, സ്വർഗം തുറന്നു എന്നാണ്. ഓ ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, പത്രോസിന് ആമേൻ നിന്റെ സ്വർഗത്തിൻ്റെ താക്കോൽ നിൻ്റെ കയ്യിൽ തരും, നീ സ്വർഗം തുറക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എല്ലാവർക്കും അത് കൊടുക്കത്തില്ല. സ്വർഗത്തിൻ്റെ താക്കോൽ ശിഷ്യന്മാർക്കാണ് അത് കൊടുക്കുന്നത് കർത്താവ്. ശിഷ്യന്മാരുടെ കയ്യിലാണ് സ്വർഗം തുറക്കുവാനുള്ള താക്കോൽ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവർ തുറന്നാലേ ഹല്ലേലൂയ ആമേൻ ദൈവാത്മാവ് നമ്മുടെ പേര് വരത്തുള്ളൂ. ശിഷ്യന്മാർ തുറക്കണം. ഹല്ലേലൂയ. ആമേൻ. പഴയ ദുരുപദേശികൾ തുറന്നാൽ തുറക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. സ്വർഗം തുറന്നു. ആമേൻ. ആമേൻ. സ്വർഗം തുറന്നു. പ്രാവുന്ന പോലെ നമ്മുടെ മേൽ വന്നു അടഞ്ഞു കിടക്കുന്ന മണ്ഡലങ്ങളെല്ലാം തുറക്കപ്പെടുമെന്നാണ്. നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തി, നമ്മുടെ ജീവിതത്തെ തകർത്ത് രോഗിയാക്കി ഭാരപ്പെടുത്തി കടത്തിലും കാവലിലൊക്കെ ഇട്ട് നഷ്ടപ്പെടുത്തി ഇരിക്കുന്ന അനുഭവങ്ങളൊക്കെ ദൈവം മാറ്റുമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും കർത്താവ് പറയുന്നു, ലോകത്തിൽ അനവധി നിരവധി കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ. ധൈര്യപ്പെടണം. നമ്മൾ ഇതിനെ ജയിക്കുവാൻ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതേപ്പാ ഇന്ന് പകൽക്കാലത്തിൽ ഞങ്ങൾ കേൾപ്പിച്ച ഹല്ലേലൂയയുടെ നടുവിൽ ഈ മക്കളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് തരുന്ന കർത്താവേ, അങ്ങയുടെ സഭയെ അടിയന്റെ മേലേൽപ്പിച്ചിരുന്ന ആട്ടിൻകൂട്ടത്തെ അങ്ങയുടെ സഭയെ കരത്തിലേൽപ്പിച്ച് തരികയാണ്. യേശുവേ, ഞങ്ങളോട് അങ്ങ് പകൽക്കാലത്തിൽ സംസാരിച്ചുവല്ലോ. എല്ലാവരെയും ഏൽപ്പിച്ചു കർത്താവേ, അങ്ങ് ഞങ്ങളോട് സ്വാധീനം നൽകിയ ദൈവിക ആലോചനകളെ ദൈവസഭയ്ക്ക് തന്നെ കൈമാറുവാൻ നീട്ടുന്നുവല്ലോ. ഈ ദൈവമക്കളെ ഇസ്രായേലിന്റെ ദൈവമേ, അങ്ങ് കാവൽച്ചവരെ എന്ന കർത്താവേ, അടികൾ രണ്ട് തരത്തിലുള്ള നീതിയെ കുറിച്ച് ചിന്തിപ്പിക്കട്ടെ. രണ്ട് തരത്തിൽ വിളിച്ച ലോകത്തിന്റെ നീതി, ദൈവത്തിന്റെ നീതി. ഹല്ലേലൂയ. മാനുഷികമായ നീതി, ആമേൻ. ദൈവിക നീതി. ഹല്ലേലൂയ. ലോകത്തിന്റെ വഴി, ദൈവത്തിന്റെ വഴി. ആമേൻ. ദൈവത്തിന്റെ പാത, ലോകത്തിന്റെ പാത. ഇവയൊക്കെ നമ്മൾ ഭാഗ്യമായിട്ടൊക്കെ ചിന്തിച്ചുവല്ലോ കർത്താവേ. പിന്നെ ഞങ്ങളോട് അങ്ങ് സംസാരിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ നീതിപാതകളിൽ നടത്തണമേ കർത്താവേ. അങ്ങ് ഞങ്ങളെ നീതിപാതകളിൽ നടത്തണമേ. ഭക്തൻ പറയുന്നു, കർത്താവ് എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഹല്ലേലൂയ. നന്മയും കരുണയും ഒക്കെയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പകല് ഈ മക്കളെ കർത്താവ് അങ്ങ് അനുഗ്രഹിച്ച് നമ്മെ നീതിപാതകളിൽ നടത്തണമേ കർത്താവേ. ആമേൻ. ആരും ആമേൻ തെറ്റിപ്പോകാതിരിപ്പാൻ, ആമേൻ വഴിതെറ്റി നാശത്തിലേക്ക് പോകാതിരിപ്പാൻ, ആമേൻ ആരും ഈ മക്കളെ തെറ്റിച്ച് കളയാതിരിപ്പാൻ അങ്ങ് സ്വർഗം സഹായിക്കണമേ. ദൂതനെ കാവലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ മാന്മാരായ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ, നീതിമാൻ